ഉറച്ച വിശ്വാസം, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന ഉറച്ച വിശ്വാസം, ആ ഇബാദത്ത്, ആ ഈമാൻ, രൂഢമൂലമായ ഈമാൻ മഹാനായ പ്രവാചകൻ അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് പ്രവാചകത്വം കിട്ടിയത് മുതൽ മഹാനായ നബി തങ്ങൾ സുദീർഘമായ 10 വർഷക്കാലം മക്കയിൽ പ്രബോധനം ചെയ്തത് ഈമാനിനെ കുറിച്ച് മാത്രമായിരുന്നു. മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കാരത്തെ പറ്റി പറഞ്ഞില്ല, സക്കാത്തിനെ പറ്റി പറഞ്ഞില്ല, നോമ്പിനെ പറ്റി പറഞ്ഞില്ല, മറ്റ് ഇബാദത്തുകളല്ല ചർച്ച ചെയ്തത്. സുദീർഘമായ 10 വർഷക്കാലം ഈമാൻ സ്ഥിരപ്പെടുക, ഈമാൻ ഉറപ്പിക്കുക, അതിനെന്താണ് വേണ്ടത് എന്നാണ് മഹാനായ പ്രവാചകൻ സ്വഹാബത്തുകൾക്ക് വിശദീകരിച്ചു കൊടുത്തത്. അതുകൊണ്ട് ഏറ്റവും പ്രധാനമായി പരലോകത്തെ വിജയത്തിന് വേണ്ടുന്ന ഒരുക്കുകളിൽ പ്രധാനമായ ഒരു ഒരുക്ക് എന്ന് പറയുന്നത് ഈമാനാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന ഈമാൻ അതങ്ങ് രൂഢമൂലമാകണം, ഹൃദയത്തിനകത്ത് ഉറയ്ക്കണം. അത് ഉറച്ചു കഴിഞ്ഞാൽ ഇൻഷാ അല്ലാഹ് പരലോക വിജയത്തിന്റെ ഒരു പ്രധാനപ്പെട്ട ഭാഗത്ത് അവനെത്തിയിരിക്കുന്നു. അല്ലാഹു ആ കൂട്ടത്തിൽ നമ്മെ പെടുത്തുമാറാകട്ടെ. രണ്ടാമത് പരലോകത്തേക്കുള്ള ഒരുക്കുകളിൽ രണ്ടാമത്തെ ഒരുക്ക് ഇബാദത്താണ്. ഒരു മുഅ്മിനായ മനുഷ്യൻ പ്രായപൂർത്തിയായത് മുതൽ അവന് ഒരിക്കലും ഉപേക്ഷിക്കാൻ കഴിയാത്ത നിലയിൽ നിർബന്ധമായും അനുഷ്ഠിക്കേണ്ടുന്ന, പടച്ചവന് വേണ്ടി ചെയ്യേണ്ടുന്ന ചില കാര്യങ്ങൾക്കാണ് ഇബാദത്ത് എന്ന് പറയുന്നത്. അല്ലാഹു ഇബാദത്തിന് ഏറ്റവും ബന്ധപ്പെട്ടവനാണ്. എന്തുകൊണ്ട് അല്ലാഹു ഇബാദത്തിന് ബന്ധമായി? ലോകത്തുള്ള ഒരു വസ്തുവും ഇബാദത്തിന് ബന്ധമല്ല, ഇബാദത്തിന് ബന്ധമാക്കുന്നില്ല, ഇബാദത്തിന് അർഹതയുള്ളതല്ല. ഉടമസ്ഥനായ പടച്ചതമ്പുരാൻ മാത്രമാണ് ഇബാദത്തിന് അർഹതയുള്ളത്. എന്തുകൊണ്ട്? ഖുർആൻ തന്നെ പറഞ്ഞു, യാ അയ്യുഹന്നാസ്, യാ അയ്യുഹന്നാസ് اعبدوا ربكم الذي خلقكم والذين من قبلكم لعلكم تتقون الذي جعل لكم الأرض فراشا والسماء بناء وأنزل من السماء ماء فأخرج به من الثمرات رزقا لكم فلا تجعلوا لله أندادا وأنتم تعلمون. വിശുദ്ധ ഖുർആനിൽ ബയ്യനല്ലാഹു അസ്സ വജൽ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ അറിയിക്കുകയാണ് എന്തുകൊണ്ട് അല്ലാഹു ഇബാദത്തിനെ സ്വീകരിക്കുന്നതിന് അർഹനാകുന്നു. അല്ലാഹു അല്ലാത്ത സൃഷ്ടികൾ, അല്ലാഹു അല്ലാത്ത വസ്തുക്കൾ ഒന്നും ഇബാദത്തിനെ ബന്ധമാക്കുന്നില്ല. അല്ലാഹു മാത്രമാണ് ഇബാദത്തിനെ ബന്ധമാക്കുന്നവൻ. എന്തുകൊണ്ട്? യാ അയ്യുഹന്നാസ്, ഏ ജനങ്ങളെ, ഉഅ്ബുദൂ റബ്ബക്കുമുല്ലദീ ഖലഖകും, നിങ്ങളെ സൃഷ്ടിച്ച പടച്ചതമ്പുരാനെ നിങ്ങൾ ആരാധിക്കുക. വല്ലദീന മിൻ ഖബലികും, നിങ്ങൾക്ക് മുൻപുള്ളവരെയും സൃഷ്ടിച്ച സൃഷ്ടാവിനെ നിങ്ങൾ ആരാധിക്കുക. അപ്പൊ ആരാധിക്കുക എന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം അല്ലാഹു സുബ്ഹാനഹു വ തആല അടിമകളോട് നിർബന്ധിക്കാനുള്ള കാരണം അടിമകളെ സൃഷ്ടിച്ചത് അല്ലാഹുവാണ് എന്നതാണ്. അടിമകളെ മുഴുവനും സൃഷ്ടിച്ചത് ഉടമസ്ഥനായ അല്ലാഹുവാണ്. അതുകൊണ്ട് തന്നെ അല്ലാഹുവിനെ ആരാധിക്കുക. ഉഅ്ബുദൂ റബ്ബക്കുമുല്ലദീ ഖലഖകും വല്ലദീന മിൻ ഖബലികും ലഅല്ലകും തത്തഖൂൻ അല്ലദീ ജഅല ലക്കുമുൽ അർള ഫിറാശാ, എങ്ങനത്തെ പടച്ചതമ്പുരാൻ അവൻ ഭൂമിയെ പരത്തിയതാക്കി, വസ്സമാഅ ബിനാഅ, ആകാശത്തെ ഒരു തട്ട് പോലെയാക്കി, വഅൻസല മിനസ് സമാഇ മാഅ, ആകാശത്തു നിന്ന് വെള്ളത്തെ ഭൂമിയിലേക്ക് ഇറക്കി, ഫഅഖ്റജ ബിഹി മിനസ് സമറാത്തി റിസ്ഖൻ ലക്കും, ആ വെള്ളം കാരണമായി മനുഷ്യന് ഉപയോഗിക്കാൻ പറ്റുന്ന സകല വിഭവങ്ങളെയും ഭൂമിയിൽ നിന്ന് പുറപ്പെടുവിച്ചു. അല്ലാഹു തആല മഴ കാരണമായി സകല വിഭവങ്ങളെയും ഭൂമിയിൽ നിന്ന് പുറപ്പെടുവിച്ചു. വഅൻസല മിനസ് സമാഇ മാഅ ഫഅഖ്റജ ബിഹി മിനസ് സമറാത്തി റിസ്ഖൻ ലക്കും. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യനെ സൃഷ്ടിച്ചു, ഒന്നാമത്തെ കാര്യം. രണ്ട്, ഭൂമിയെ ജീവിക്കുന്നതിന് ഒരു പറ്റിയ നിലയിൽ അല്ലാഹു തആല പരത്തി വിശാലമാക്കി നമുക്ക് നൽകി. രണ്ട്, ആകാശത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു തട്ട് പോലെ നിർത്തി. നാലാമത്തെ, ആകാശത്ത് നിന്ന് അല്ലാഹു തആല ഭൂമിയിലേക്ക് വെള്ളത്തെ ഇറക്കി. അഞ്ച്, ആ വെള്ളം കാരണമായി ഭൂമിയിൽ നിന്ന് സകല വിഭവങ്ങളെയും പുറപ്പെടുവിച്ചു. ഇതാരാ ചെയ്ത?
പടച്ച തമ്പുരാനല്ലാതെ ഈ കാര്യങ്ങളിൽ മറ്റാർക്കെങ്കിലും പങ്കുണ്ടോ? അള്ളാഹു അല്ലാതെ മറ്റാരെങ്കിലുമാണ് സൃഷ്ടിച്ചെന്ന് പറയാൻ പറ്റുമോ? അള്ളാഹു അല്ലാത്ത ഒരു ശക്തിയാണ് ഈ ഭൂമിയെ ഈ നിലയിൽ പരത്തിയതെന്ന് പറയാൻ കഴിയോ? ആകാശത്തെ ഒരു തൂണ് പോലും ഇല്ലാതെ ഈ നിലയിൽ നിലനിർത്തിയത് അള്ളാഹു അല്ലാതെ മറ്റാരെങ്കിലും എന്ന് ആർക്കെങ്കിലും പറയാൻ കഴിയുമോ? ആകാശത്ത് നിന്ന് വെള്ളത്തെ ഭൂമിയിലേക്ക് ഇറക്കുന്നതാരാണ്? പടച്ച തമ്പുരാൻ. അള്ളാഹു അല്ലാത്ത മറ്റാരെങ്കിലും ആണെങ്കിൽ നമുക്ക് ഇപ്പൊ പോയി പറഞ്ഞൂടെ ഒന്ന് വെള്ളം ഇറക്കണമെന്ന്? ആപ്പാടെ ബുദ്ധിമുട്ടാണ്, മഴയില്ല എന്ന്. അള്ളാഹു നമുക്ക് നല്ല മഴ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരന്മാരെ, പടച്ച തമ്പുരാന്റെ കുതിർത്ത് മാത്രമാണ്, കഴിവ് മാത്രമാണ്. അവൻ മഴ പെയ്യണമെന്ന് തീരുമാനിക്കുമ്പോൾ മഴ പെയ്യും, വേണ്ടാന്ന് വിചാരിച്ചാൽ മഴയില്ല. ഇത് അല്ലാഹുവിന്റെ മാത്രം പ്രത്യേകമായ പടച്ച തമ്പുരാന്റെ തീരുമാനമനുസരിച്ച് നടക്കും. അപ്പൊ ചുരുക്കത്തിൽ ഈ പറഞ്ഞു വന്നത് ഈ കാര്യങ്ങളെല്ലാം അല്ലാഹു മാത്രം ചെയ്യുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ ആരാധന അവന് വേണ്ടി മാത്രമാകണം. അവനല്ലാതെ ഒരു വസ്തുവിനെ എങ്ങനെ ആരാധിക്കാൻ കഴിയും? അവനല്ലാതെ ഒരു വസ്തുവിനെ എങ്ങനെ വിളിക്കാൻ കഴിയും? അവനല്ലാതെ ഒരു വസ്തുവിന്റെ പുറകെ എങ്ങനെ പോകാൻ കഴിയും? ആ പടച്ച തമ്പുരാനാണ് നമ്മെ സൃഷ്ടിച്ചത്, ഈ സംവിധാനങ്ങളൊക്കെ ചെയ്യുന്നത്, വായു തരുന്നത്, വെള്ളം തരുന്നത്, മക്കളെ തരുന്നത്, രോഗം ശിഫാക്കുന്നത്, ഇതൊക്കെ ആ പടച്ച തമ്പുരാനാണ്. അതിലൊന്നും ആർക്കും സംശയമില്ല. ഇതൊക്കെ ആണെങ്കിൽ ഇതിലൊന്നും മറ്റാർക്കും യാതൊരു പങ്കുമില്ല എന്ന് ഉറച്ചു വിശ്വസിക്കാനാണ് അഷ്റഫുൽ ഖൽഖ് തങ്ങൾ സുദീർഘമായ 10 വർഷക്കാലം അവിടെ പഠിപ്പിച്ചത്, ഖുറൈശികളോട് പഠിപ്പിച്ചത്. ഇതിൽ ആർക്കും പങ്കില്ല എന്ന് വിശ്വസിക്കാൻ. നിങ്ങൾക്കറിയാം, ആകാശത്ത് നിന്ന് വെള്ളമിറക്കിയവൻ അല്ലാഹുവാണ്. ഭൂമിയിൽ നിന്ന് വിഭവങ്ങളെ പുറപ്പെടുവിച്ചവൻ പടച്ച തമ്പുരാനാണ്. നിങ്ങളെ സൃഷ്ടിച്ചവൻ അല്ലാഹുവാണ്. അതുപോലെ തന്നെ നിങ്ങളെ മുൻഗാമികളെ സൃഷ്ടിച്ചതും അല്ലാഹുവാണ്. ഭൂമിയെ പരത്തിയവൻ അല്ലാഹുവാണ്. രോഗത്തെ സൃഷ്ടിക്കുന്നവനും ശിഫാക്കുന്നവനും അല്ലാഹുവാണ്. മക്കളെ തരുന്നവൻ അല്ലാഹുവാണ്. ഇതൊക്കെ നിങ്ങൾക്കറിയാമെങ്കിൽ പിന്നെന്തിനാ നിങ്ങൾ അല്ലാഹുവിനോടൊപ്പം മറ്റു വസ്തുക്കളെ കൂടെ പങ്കു ചേർക്കുന്നത്? നിങ്ങൾ എന്തിനാ മറ്റു വസ്തുക്കളെ പങ്കു ചേർക്കുന്നത്? അതെല്ലാം നിങ്ങൾ മാറ്റിവെക്കുക. ഉടമസ്ഥനായ അല്ലാഹുവിനെ മാത്രം ഇബാദത്ത് ചെയ്യുക. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഇബാദത്ത് ഉടമസ്ഥനായ അല്ലാഹുവിന് വേണ്ടി മാത്രമാവുക. ഭൗതിക ലോകത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇബാദത്ത് അല്ലാഹുവിന് വേണ്ടി മാത്രം ചെയ്യുന്നവരെയും അല്ലാഹു അല്ലാത്തവർക്ക് വേണ്ടി ഇബാദത്താക്കുന്നവരെയും അല്ലാഹു ഭൗതിക ലോകത്ത് ഒന്നുപോലെ പരിഗണിക്കുന്നത്. വ്യത്യാസമില്ല. കാരണം ഭൗതിക ലോകത്തിന് അല്ലാഹു തആല ഒരു വിലയും കൽപ്പിച്ചിട്ടില്ല. ഭൗതിക ലോകം ഒരു നിസ്സാരമാണ്. ഭൗതിക ലോകം നിസ്സാരമാണ്. സുദീർഘമായ ഒരു കാലഘട്ടത്തെ ജീവിതത്തിന് വേണ്ടി അല്ലാഹു തിരഞ്ഞെടുത്ത ഈ സുദീർഘമായ ഒരു കാലഘട്ടത്തിന്റെ വിജയത്തിന് വേണ്ടി അല്ലാഹു തആല തിരഞ്ഞെടുത്ത ഈ ഭൗതിക ലോകത്തെ പ്രായപൂർത്തിക്ക് ശേഷമുള്ള കാലയളവ്, ആ കാലയളവിലുള്ള ഇബാദത്തുകളാണ്, ആ കാലയളവിലുള്ള പരിശ്രമങ്ങളാണ്, ആ കാലയളവിൽ നാം സംഭരിക്കുന്ന ഒരുക്കുകളാണ് നാളെ പരലോകത്ത് നമ്മെ വിജയത്തിലേക്ക് കൊണ്ടെത്തിക്കുന്നത്. എന്റെ പ്രിയമുള്ളവരെ, നാം ഇവിടെ ചിന്തിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട വിഷയമുണ്ട്. എന്തെന്നറിയോ? പരലോകം എന്ന് പറയുന്നത് മനുഷ്യന്റെ വഫാത്ത് മുതൽ ആരംഭിക്കുകയാണ്. മനുഷ്യൻ മരിച്ചത് മുതൽ ആരംഭിക്കുകയാണ്. മരിച്ചത് മുതൽ ഏകദേശം ലോകാവസാനം വരെ അതിങ്ങനെ നീണ്ടുപോകും. ലോകാവസാനത്തിന് ശേഷം അല്ലാഹു മാത്രമുള്ള ഒരവസ്ഥയുണ്ട്. അതിനുശേഷം പിന്നീട് അതിനുശേഷം കുറെ കാലം കഴിഞ്ഞ് പിന്നെ മനുഷ്യരെ മുഴുവനും അല്ലാഹു സുബ്ഹാനഹു വ തആല ജീവജാലങ്ങളെയും വീണ്ടും പുനർജീവിപ്പിക്കും. പുനർജന്മത്തിന് ശേഷം, ആ ബഅസിന് ശേഷം പിന്നീട് അങ്ങോട്ട് സുദീർഘമായ കാലം, അതിനൊരു അവസാനമില്ല, ഒരവസാനവുമില്ല. അവിടെ വിജയിക്കുന്നവർ ശാശ്വതമായ വിജയത്തിലും പരാജയപ്പെടുന്നവർ ശാശ്വതമായ പരാജയത്തിലുമാണ്. അല്ലാഹു തആല നമ്മെ പരിപൂർണമായി വിജയം വരിച്ച വിജയികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരന്മാരെ, സഹോദരിമാരെ, നാം ചിന്തിക്കേണ്ട ഒരു പ്രധാന വിഷയം, ഒരു മനുഷ്യൻ ഇവിടെ 40, 50, 60 വർഷം ഇവിടെ ജീവിക്കുന്നു. ഈ ജീവിതത്തിനിടയിൽ 15 വയസ്സ് വരെ പ്രായപൂർത്തിയായിട്ടില്ല. ഇസ്ലാമിക വീക്ഷണത്തിൽ പ്രായപൂർത്തിയാകുന്നത് 15ാമത്തെ വയസ്സ്, 15 വയസ്സ് പൂർത്തിയാകുമ്പോഴാണ്. അതിനുശേഷം ഒരു 10 വർഷക്കാലം, ഒരു 25 വയസ്സ് വരെ മാതാപിതാക്കളുടെ സംരക്ഷണയിൽ തന്നെയാണ് വളരുന്നത്. വിവാഹവുമായി ബന്ധപ്പെട്ട് പിന്നെ സ്വന്തമായി ജീവിക്കാൻ തുടങ്ങുകയാണ്.
ആ സ്വന്തമായി ജീവിക്കാൻ തുടങ്ങിയതിന് ശേഷം പിന്നീട് അങ്ങോട്ട് ഒരു 25, 30, 40 വർഷം ഈ ഭൂമിയിൽ ജീവിക്കുന്നു. ഈ ജീവിക്കുന്ന കാലഘട്ടത്തിൽ മക്കൾക്ക് വേണ്ടി, ഭാര്യയ്ക്ക് വേണ്ടി, കുടുംബത്തിന് വേണ്ടി ഒക്കെയുള്ള സമ്പാദനവും കാര്യങ്ങളുമായി മുന്നോട്ട് പോകുന്നു. ഈ 40 വർഷത്തെ അല്ലെങ്കിൽ 30 വർഷത്തെ ജീവിതത്തിന്റെ കാലയളവിൽ അവന്റെ പരിശ്രമം, ആ ഒരു ജീവിത കാലയളവിന് വേണ്ടി അവൻ ശക്തമായ പരിശ്രമം നടത്തുന്നു. എന്നാൽ ഈ കാലയളവിലാണ് ഇവൻ സുദീർഘമായ പരലോകത്തിന് വേണ്ടി പരിശ്രമിക്കാനുള്ളത്. സുദീർഘമായ ആ പരലോകത്തിന് വേണ്ടി പരിശ്രമിക്കാതെ 25-30 വർഷത്തെ അവന്റെ ഭൗതിക ലോകത്തിന് വേണ്ടി പരിശ്രമിക്കുന്നതിലൂടെ അവന്റെ പരലോകത്തെ നശിപ്പിക്കുന്നവൻ അവൻ ബുദ്ധിമാനാണോ അതല്ല മണ്ടനാണോ എന്ന് യാതൊരു ബുദ്ധിമാനും മനസ്സിലാകും. തീർച്ച പരലോകത്തിന് വേണ്ടി പരിശ്രമിക്കുന്നവനാണ് ബുദ്ധിമാൻ. അൽ ഖയ്യിസു ബുദ്ധിമാൻ, അൽ ഖയ്യിസു ബുദ്ധിമാൻ പരലോകത്തേക്ക് വേണ്ടി പരിശ്രമിക്കുന്നവനാണ്. മരണത്തിന് ശേഷമുള്ള ജീവിതത്തിന് വേണ്ടി, അതിന്റെ വിജയത്തിന് വേണ്ടി പരിശ്രമിക്കുന്നവനാണ്. എന്റെ പ്രിയമുള്ള സഹോദരന്മാരെ, നമ്മൾ പരലോകത്തേക്ക് വേണ്ടി പരിശ്രമിക്കുന്നു. പരലോകത്തേക്ക് വേണ്ടി പരിശ്രമിക്കണം. നമ്മുടെ ശരീരത്തിന്റെ ആരോഗ്യത്തിന് വേണ്ടി നാം ഇവിടെ എക്സർസൈസ് നടത്താറുണ്ട്, ഓടാറുണ്ട്, മരുന്ന് കുടിക്കാറുണ്ട്, അതുപോലെ കഷായം കുടിക്കാറുണ്ട്, എല്ലാം ചെയ്യാറുണ്ട്. അതൊക്കെ നമ്മുടെ ശരീരത്തിന്റെ സുരക്ഷിതത്വത്തിന് വേണ്ടിയാണ്. എന്നാൽ ഇതേ ശരീരത്തിന്റെ സുരക്ഷിതത്വത്തിന് വേണ്ടി, മരണത്തിന് ശേഷം ഈ ശരീരത്തിന്റെ ഗുണത്തിന് വേണ്ടി, ശരീരത്തിന്റെ നന്മയ്ക്ക് വേണ്ടി നാം എന്തു ചെയ്യുന്നു? എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാര് ചിന്തിക്കുന്നു. അങ്ങനെ പരലോകത്ത് ഈ ശരീരത്തിന്റെ സുരക്ഷിതത്വത്തിന് വേണ്ടി ചെയ്യുന്ന, പ്രവർത്തിക്കുന്ന, നന്മ പ്രവർത്തിക്കുന്നവർ അവരാണത്രേ ബുദ്ധിമാന്മാർ. ഇവിടെ നമ്മുടെ മക്കൾക്ക് ഒരു ഭാവി ഉണ്ടാകണം, ആ ഭാവിയിൽ നമ്മുടെ മക്കൾ ഉയർന്നു വരണം എന്നൊക്കെ ആഗ്രഹിക്കാറുണ്ട്. മക്കൾക്ക് അസുഖവും രോഗവും ഒന്നും വരാതിരിക്കണം എന്നൊക്കെ ആഗ്രഹിക്കാറുണ്ട്. എന്നാൽ ഈ നമ്മുടെ പ്രിയപ്പെട്ട മക്കളെ നാളെ പരലോകത്ത് നമ്മുടെ മുന്നിൽ വെച്ച് തന്നെ അവരെ നരകത്തിലേക്ക് വലിച്ചെറിയപ്പെടുന്ന ഒരവസ്ഥ ഏതെങ്കിലും രക്ഷകർത്താക്കൾക്ക് സഹിക്കാൻ കഴിയുമോ? അപ്പോൾ പരലോകത്തെ പറ്റി ഉറച്ചു വിശ്വാസമുള്ളവർ എന്തുകൊണ്ട് ഈ മക്കൾക്ക് ദുനിയാവിലൊരു ആപത്ത് വരുന്നതിനേക്കാൾ വലുതാണ് പരലോകത്തൊരാപത്തുണ്ടാകുന്നത് എന്ന് ചിന്തിച്ചുകൊണ്ട് ആ പരലോകത്തേക്ക് വേണ്ടി മക്കളെ പ്രോത്സാഹിപ്പിക്കാത്തത് എന്തുകൊണ്ട്? നാം ചിന്തിക്കേണ്ട വിഷയം അവിടെയാണ്. എന്റെ പ്രിയമുള്ള സഹോദരന്മാരെ, ഭൗതിക ലോകം എന്ന് പറയുന്നത് നശ്വരവും നൈമിഷികവുമാണ്. ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പരിഗണിക്കുന്നത് മനുഷ്യത്വത്തെ മാത്രമാണ്, ഇൻസാനിയത്തിനെ മാത്രമാണ്. ഇവിടെ മുസ്ലിമും ഹിന്ദുവും ക്രിസ്ത്യാനിയും എല്ലാ വിഭാഗക്കാരനും അല്ലാഹു തആല ആഹാരം കൊടുക്കുന്നു, വെള്ളം കൊടുക്കുന്നു, വായു കൊടുക്കുന്നു, മക്കളെ കൊടുക്കുന്നു, ശിഫ കൊടുക്കുന്നു. നാളെ പരലോകത്ത് അല്ലാഹു തആല പരിഗണിക്കുന്നത് ഈമാനിനെയും ഇബാദത്തിനെയുമാണ്. ഇവിടെ ഈമാനും ഇബാദത്തും പരിഗണനയുമല്ല ഭൗതിക ലോകത്ത്. ഇവിടെ ഒരാള് ശരിക്ക്, ഉദാഹരണത്തിന് മസൂദ് ഹാജിയാർ തന്നെ ശരിക്ക് ഇബാദത്തുകൾ ചെയ്തു, ശരിക്ക് ശക്തമായി ഈമാനുണ്ട് എന്ന് വിചാരിച്ചു ഒരു അസുഖവും വരാതിരിക്കുക, ഒരു അസുഖവും വരാൻ പാടില്ല. കാരണം ഇബാദത്തുള്ള ആളാണ്, ഈമാനുള്ള ആളാണ്. അത് ദുനിയാവിൽ പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഇവിടെ സാധാരണ പോലെ അസുഖം വരും, മറ്റു ബുദ്ധിമുട്ടുകൾ വരും, ദാരിദ്ര്യം വരും, മരണം വരും, ഒക്കെ ഇവിടെ വരും. ഈമാനും ഹിദായത്തും അല്ലാഹു തആല പരിഗണിക്കുന്ന നാളെ പരലോകത്താണ്. ഈ ലോകത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിഗണിക്കുന്നത് ഇൻസാനിയത്തിനെയാണ്. അതുകൊണ്ടല്ലേ എല്ലാ വിഭാഗം ജനങ്ങളും ഇവിടെ ജീവിക്കുന്നത്. ശിർക്ക് വെക്കുന്നവർക്ക് അല്ലാഹു തആല ആഹാരം കൊടുക്കുന്നില്ലേ? കുഫർ വെക്കുന്നവർക്ക് അല്ലാഹു ആഹാരം കൊടുക്കുന്നില്ലേ? മദ്യപിച്ചു മതോന്മത്തനായി പരിശുദ്ധ ദീനിനെതിരെ വെല്ലുവിളിക്കുന്ന ഈ സമുദായത്തിൽപ്പെട്ടവർക്ക് അല്ലാഹു സുഖകരമായി ജീവിക്കാനുള്ള സംവിധാനം കൊടുക്കുന്നില്ലേ? എന്തുകൊണ്ട്? അല്ലാഹു തആല ദുനിയാവിനെ പരിഗണിച്ചിട്ടില്ല. എന്നായാലും നമ്മൾ അല്ലാഹുവിന്റെ അടുക്കലേക്ക് പോകാനുള്ളവരാണ്. എന്നായാലും ആ പടച്ചതമ്പുരാന്റെ അടുക്കലേക്ക് പോകുമ്പോൾ അവൻ കൃത്യമായി വിചാരണ നടത്തും. അവൻ നമ്മെ എല്ലാം വിചാരണ നടത്തും. ആ വിചാരണയിൽ അല്ലാഹു നമ്മെ വിജയിപ്പിക്കുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരന്മാരെ, അതുകൊണ്ട് ഉടമസ്ഥനായ പടച്ചതമ്പുരാന് വേണ്ടി ആത്മാർത്ഥമായി ഇബാദത്ത് ചെയ്യുക. നാളെ പരലോകത്തിന്റെ വിജയത്തിന് വേണ്ടി ഇബാദത്ത് ചെയ്യുക. അല്ലാഹു തആല ഇബാദത്തും ഈമാനും പരിഗണിക്കുന്ന നാളെ പരലോകത്താണ്. മനുഷ്യന്റെ ജീവജാലങ്ങൾ മുഴുവനും ഇവിടെ ജീവിച്ച് ഇങ്ങനെ പോയി അങ്ങനെ വെക്കൊണ്ടിരിക്കുമെന്നാണ്. ഇനി ഇതിനപ്പുറത്തുള്ളത് ആകെ ഒരു
ഒരു പുനർജന്മം എന്ന ഒരു പരിപാടി ഇല്ല എന്ന് വെച്ചാൽ ഇത്ര വലിയ ഒരു സംവിധാനത്തിന്റെ ആവശ്യമുണ്ടോ? എന്റെ പ്രിയമുള്ള സഹോദരന്മാരെ, നമ്മുടെ ഭൂമിയിൽ നിന്നും ഏകദേശം 60,50,00,000 കിലോമീറ്ററുകൾക്ക് അകലെ ചൊവ്വാഗ്രഹത്തിൽ ഗവേഷണം നടത്താൻ പറ്റിയ അത്ര ശാസ്ത്രം പുരോഗമിച്ച ഈ കാലഘട്ടത്തിൽ ചൊവ്വയിൽ എന്ത് നടക്കുന്നു, അവിടെ മനുഷ്യരുണ്ടോ എന്ന ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഭൂമിയിൽ ഇരുന്നു കൊണ്ട് അത് വീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. അത്രത്തോളം ശാസ്ത്രം പുരോഗമിച്ച ഈ കാലഘട്ടത്തിൽ ഉടമസ്ഥനായ പടച്ചതമ്പുരാനെ കാണാനോ, പടച്ചതമ്പുരാന്റെ കുദറത്തിനെ പറ്റി മനസ്സിലാക്കാനോ, പടച്ചതമ്പുരാനെ പ്രാപിക്കുന്നതിലൂടെ ലഭിക്കുന്ന ഗുണത്തെപ്പറ്റി മനസ്സിലാക്കാനോ രാഷ്ട്രങ്ങൾ തയ്യാറാകുന്നില്ല. അതിനെപ്പറ്റി ഗവേഷണങ്ങൾ നടക്കുന്നില്ല. ഭൗതികമായ 25, 30, 40 വർഷത്തെ കാലയളവിന്റെ വിജയത്തിന് വേണ്ടിയുള്ള പരിശ്രമങ്ങൾ മാത്രമാണ് ഇവിടെ നടക്കുന്നത്. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഇബാദത്തുകൾ, ഈമാൻ ഇബാദത്ത്, ഇത് രണ്ടിലൂടെ അള്ളാഹുവിന്റെ അടുക്കൽ ഉന്നതമായ സ്ഥാനം കരസ്ഥമാക്കുക. ഇതാണ് ദീനുൽ ഇസ്ലാമിന്റെ തത്വം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഭൗതിക ലോകത്ത് പരിഗണിക്കുന്നത് ഇൻസാനിയത്തിനെ മാത്രമാണ്. അതുകൊണ്ട് അല്ലാഹു തആല ഇങ്ങനെ മനുഷ്യനെ ഇവിടെ പൂർണ്ണമായി ജീവിക്കാൻ അനുവദിക്കുന്നു. അവന്റെ അനുഗ്രഹങ്ങൾ ചൊരിഞ്ഞു കൊടുക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് 100 അനുഗ്രഹമുണ്ട്. ഒറ്റ അനുഗ്രഹം മാത്രമാണ് ഇവിടെ ചൊരിഞ്ഞിട്ടുള്ളത്. ഇനി 99 അനുഗ്രഹം അല്ലാഹു തആല പരലോകത്തേക്ക് വേണ്ടി ചിന്തിച്ചു വെച്ചിരിക്കുന്നു. മുഅ്മിനീങ്ങൾക്ക് വേണ്ടി മാത്രം. അല്ലാഹു തആല ആ മുഅ്മിനീങ്ങളിൽ നമ്മളെ പെടുത്തുമാറാകട്ടെ. പ്രിയമുള്ള സഹോദരന്മാരെ, ആ ഇബാദത്തുകൾ ഉടമസ്ഥനായ അല്ലാഹുവിന് വേണ്ടി നമ്മൾ ചെയ്യുന്ന ഇബാദത്തുകളിൽ പ്രധാനമായും വേണ്ട ഒരു കാര്യം ഇഖ്ലാസ്, ആത്മാർത്ഥത. നമ്മൾ ചെയ്യുന്ന ഇബാദത്തുകളിൽ ആത്മാർത്ഥത വേണം. അടിമകൾ അവരുടെ ഉടമകൾക്ക് വേണ്ടി, ഉടമസ്ഥനായ പടച്ചതമ്പുരാന് വേണ്ടി ചെയ്യുന്ന ആരാധനകൾ, ഇബാദത്തുകൾ വളരെ ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്നുള്ളതാകണം. ആത്മാർത്ഥതയിൽ അധിഷ്ഠിതമായതാകണം. ഇന്ന് സാധാരണഗതിയിൽ നാം നമ്മുടെ ഉസ്താദന്മാർക്ക് വേണ്ടി ചെയ്താലും നല്ല ആത്മാർത്ഥമായി ചെയ്യും, അല്ലെങ്കിൽ മാതാപിതാക്കൾക്ക് വേണ്ടി ചെയ്താലും ആത്മാർത്ഥമായി ചെയ്യും, മറ്റൊരാളിന് വേണ്ടി ചെയ്താലും ആത്മാർത്ഥമായി ചെയ്യും. കാരണം എന്റെ മോൻ കൊള്ളാം, അല്ലെങ്കിൽ എന്റെ ശിഷ്യൻ കൊള്ളാം, അല്ലെങ്കിൽ ഇന്നവൻ കൊള്ളാം എന്ന് പറയാൻ വേണ്ടി. ഉടമസ്ഥനായ അല്ലാഹുവിന് വേണ്ടി ഇബാദത്ത് ചെയ്യുന്ന വിഷയം പരിഗണിക്കുമ്പോ വുളു എടുക്കുക, എങ്ങനെയെങ്കിലും വുളു എടുക്കുക, കയറി വരിക, എങ്ങനെയെങ്കിലും നിസ്കരിക്കുക, നിസ്കരിച്ചു എന്ന് വരുത്തി തീർത്തു പോവുക, ഇതൊന്നും നാം കാണുന്ന ഒരു സ്ഥിരം പരിപാടിയാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഉടമസ്ഥനായ പടച്ചതമ്പുരാന് വേണ്ടി അവൻ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ അവന്റെ മുന്നിൽ വെച്ച് നാം ചെയ്യുന്ന ഇബാദത്തുകൾ അവൻ അംഗീകരിക്കേണ്ടതുണ്ടെന്ന വിശ്വാസത്തോടു കൂടി, ഭയഭക്തിയോടെ ഹൃദയത്തിന്റെ അകത്തളത്തിൽ നിന്നും ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്ന് വരത്തക്ക നിലയിൽ ആത്മാർത്ഥതയിൽ അധിഷ്ഠിതമായ ഇബാദത്തല്ലാതെ അല്ലാഹു പരിഗണിക്കുകയില്ല. അല്ലാഹു പരിഗണിക്കുന്ന ഇബാദത്ത് ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്ന് വരുന്ന ഇബാദത്തുകളാണ്. മഹാനായ അതാഉസ്സലമി റളിയല്ലാഹു അൻഹു, അതാഉസ്സലമി റളിയല്ലാഹു തആല അൻഹു ഒരു നല്ല നെയ്ത്തുകാരനാണ്. മഹാനായ അതാഉസ്സലമി റളിയല്ലാഹു അൻഹു ഒരു തുണി നെയ്തു. നേരെ ഒരു സൂക്കിലേക്ക് പോയി. പലരും അതെടുത്ത് നോക്കി. അതിൽ ഒരാൾ വന്ന് ആ സൂക്കിൽ കൊണ്ടുവച്ച അതാഉസ്സലമി വളരെ സൂക്ഷ്മമായി നെയ്ത ആ തുണി എടുത്ത് നോക്കിയിട്ട് പറഞ്ഞു, ഇതിൽ ഒരുപാട് ന്യൂനതകളുണ്ട്. മഹാനായ അതാഉസ്സലമി റളിയല്ലാഹു അൻഹു നെയ്ത സൂക്ഷ്മതയോടെ നെയ്ത, വളരെ വലിയ വില കിട്ടണമെന്ന് ആഗ്രഹിച്ചു സൂക്ഷ്മതയോടുകൂടി നെയ്ത ആ തുണി എടുത്ത് നോക്കിക്കൊണ്ട് ഇതിൽ ന്യൂനതയുണ്ടെന്ന് പറഞ്ഞപ്പോൾ അതാഉസ്സലമി റളിയല്ലാഹു അൻഹു ഒരു നിമിഷം ആലോചിച്ചു, അല്ലാഹുവേ, ഞാൻ സൂക്ഷ്മതയോട് നെയ്തെടുത്ത ഈ തുണിയിൽ ന്യൂനതയുണ്ട് എന്ന് പറഞ്ഞെങ്കിൽ ഞാൻ ഒരുപാട് ഇബാദത്തുകൾ എന്റെ ഉടമസ്ഥനായ പടച്ചതമ്പുരാന് വേണ്ടി ചെയ്യുന്നുണ്ട്. നാളെ പടച്ചതമ്പുരാൻ പരലോകത്ത് വെച്ച് അതാഉസ്സലമി നീ ചെയ്ത ഇബാദത്തുകളിൽ ഒരുപാട് ന്യൂനതകളുണ്ടെന്ന് പറഞ്ഞ് എന്റെ ഇബാദത്തുകളെ എങ്ങാനും വലിച്ചെറിഞ്ഞാൽ നാളെ എന്റെ അവസ്ഥ എന്തായിരിക്കുമെന്ന് ഓർമ്മിച്ചുകൊണ്ട് മഹാനായ അതാഉസ്സലമി റളിയല്ലാഹു അൻഹു പൊട്ടിക്കരയുകയാണ്.
ഈ കച്ചവടക്കാരൻ അത്താഉസ്സലമിയോട് ചോദിച്ചുവല്ല, നിങ്ങൾ എന്തിനാ കരയുന്നത്? നിങ്ങളുടെ സാധനത്തിൽ ന്യൂനതയുണ്ടെന്ന് പറഞ്ഞപ്പോൾ എന്താ നിങ്ങൾ കരയുന്നത്? അത്താഉസ്സലമി പറഞ്ഞു, എന്റെ സാധനത്തിന്റെ ന്യൂനത ഓർത്തല്ല ഞാൻ കരഞ്ഞത്. ഞാൻ എന്റെ ഉടമസ്ഥനായ പടച്ചതമ്പുരാന് വേണ്ടി ചെയ്യുന്ന ഇബാദത്തുകളിൽ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്ന പടച്ചതമ്പുരാൻ നാളെ അതിൽ ന്യൂനതയുണ്ടെന്ന് പറഞ്ഞെങ്ങാണം എനിക്ക് പ്രതിഫലം കിട്ടാതെ, എനിക്ക് പ്രതിഫലം തരാതെ തള്ളുകയാണെങ്കിൽ എന്റെ അവസ്ഥ എന്തായിരിക്കുമെന്ന് ഓർത്താണ് ഞാൻ കരഞ്ഞതെന്ന് മഹാനായ അത്താഉസ്സലമി റളിയല്ലാഹു അൻഹു പറഞ്ഞു. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, നമ്മുടെ ഇബാദത്തുകളിലുള്ള ന്യൂനതകൾ, നമ്മുടെ ഇബാദത്തുകളിലുള്ള ഇഖ്ലാസ്. നമ്മളൊക്കെ നിസ്കരിക്കുന്നവരാണ്. നിസ്കാരം കഴിഞ്ഞിട്ട് സുബ്ഹാനല്ലാഹ് പറയുമ്പോഴും ഉറക്കത്തിലാ, അൽഹംദുലില്ലാഹ് പറയുമ്പോഴും ഉറക്കത്തിലാണ്. അതിനുശേഷം പറയുന്ന ദിക്റുകളിൽ പോലും സൂക്ഷ്മതയില്ല. ഉടമസ്ഥനായ പടച്ച തമ്പുരാനോട് കൈനീട്ടി യാചിക്കുന്നതിൽ, കൈനീട്ടി ദുആരക്കുന്നതിൽ ഇഖ്ലാസില്ല. എന്നാൽ അടിമകളോട് ചെയ്യുന്ന കാര്യങ്ങളിൽ പേരിന് വേണ്ടി, പ്രശസ്തിക്ക് വേണ്ടി ആത്മാർത്ഥത കാണിക്കുന്നു. അള്ളാഹുവിന് വേണ്ടി ചെയ്യുന്ന, മറ്റാരും അറിയാതെ ചെയ്യുന്ന ഇബാദത്തുകളിൽ ആത്മാർത്ഥത വരുന്നില്ല. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഇബാദത്തുകൾ ഉടമസ്ഥനായ പടച്ച തമ്പുരാൻ കബൂലാക്കുന്നതിന് വേണ്ടി ഒന്നാമത്തെ മാനദണ്ഡം ആത്മാർത്ഥതയാണ്, ഇഖ്ലാസാണ്. ഇഖ്ലാസോടുകൂടി അമൽ ചെയ്യണം. കുറച്ച് ചെയ്താൽ മതി. ക്വാളിറ്റിയാണ് അല്ലാഹു തആല നോക്കുന്നത്, ക്വാണ്ടിറ്റി അല്ല. ക്വാളിറ്റി ഉണ്ടോ?